ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 12 ഭക്തിയോഗം. യേതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. എന്നാൽ ആരൊക്കെയാണോ സർവകർമ്മങ്ങളും കർത്തൃഭാവം വെടിഞ്ഞ് എന്നിൽ സമർപ്പിച്ച് പരമാത്മപ്രാപ്തി പരമലക്ഷ്യമായി കരുതി മറ്റൊന്നിലും മനസ്സ് ചെന്ന് പറ്റാതെ എന്നെ തന്നെ ധ്യാനിച്ച് ഭജിക്കുന്നത്, എന്നിൽ പൂർണ്ണമായി മനസ്സുറപ്പിച്ചിട്ടുള്ള അവർക്ക് ഞാൻ ജനന മരണാത്മകമായ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് വളരെ വേഗം സമുദ്ധാരകനായി ഭവിക്കുന്നു. അപ്രകാരമുള്ള ഭക്തന്മാർ അവരുടെ വർണ്ണത്തിനും ജീവിതാവസ്ഥയ്ക്കും അനുസൃതമായി അവരുടെ പ്രവൃത്തികൾ ശാന്തമായി കർമ്മേന്ദ്രിയങ്ങൾ മുഖേന ചെയ്യുന്നു. അവർ നിഷിദ്ധ കർമ്മങ്ങൾ ഒഴിവാക്കുകയും വിഹിത കർമ്മങ്ങൾ മാത്രം ചെയ്ത് അതിൻ്റെ ഫലം എനിക്ക് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കർമ്മഫലം എരിച്ചു കളയപ്പെടുന്നു. അല്ലയോ അർജുന, എല്ലാ കർമ്മങ്ങളും അർപ്പിക്കുന്നവർ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അകർമ്മികളാണ്. അവരുടെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവകളുമായി ബന്ധപ്പെട്ട സഹജമായ എല്ലാ വാസനകളും അവർ എന്നിലേക്ക് തിരിച്ചുവിടുകയും അവരുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ ലക്ഷ്യവും ഞാൻ മാത്രമായി തീരുകയും ചെയ്യുന്നു. ഏകനിഷ്ഠ ഭക്തിയോടെ എന്നെ മാത്രം സേവിക്കുകയും നിരന്തരമായി ഉപാസിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർ എൻ്റെ ഗേഹമായി തീരുന്നു. ഭോഗസുഖങ്ങളും മോചനാഭിലാഷങ്ങളും നിരർത്ഥകമാണെന്ന് കരുതുന്ന ഈ ഭക്തന്മാർ ധ്യാനമാർഗേണ ഞാനുമായി പ്രത്യക്ഷത്തിൽ സല്ലപിക്കുന്നു. ഇവർ ശരീരവും മനസ്സും ജീവനും സമ്പൂർണമായി ഭക്തിയിലൂടെയും സ്നേഹത്തിലൂടെയും എനിക്ക് അടിയറ വച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് എങ്ങനെയാണ് നിന്നോട് പറയുക? അവർ ആഗ്രഹിക്കുന്നതൊക്കെ ഞാൻ അവർക്ക് നൽകും. തേഷാമഹം സമുദ്ധത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. അല്ലയോ അർജുന, ഇതിൽ കൂടുതൽ ഞാനെന്താണ് പറയുക? ചുരുക്കി പറഞ്ഞാൽ, ഗർഭപാത്രത്തിൽ നിന്ന് ജന്മമെടുക്കുന്ന ഒരു ശിശുവിനോട് അതിൻ്റെ മാതാവിനുള്ള ബന്ധമാണ് ഞാനും എൻ്റെ ഭക്തന്മാരുമായി ഉള്ളത്. ആ നിലയിൽ അവരെ സ്നേഹിക്കുകയും അവരെ അമരരാക്കി മരണത്തെപ്പോലും തോൽപ്പിക്കുകയും ചെയ്യുന്നതിന് ഞാൻ സന്നദ്ധനാണ്. എൻ്റെ ഭക്തന്മാർ ഭൗതിക കാര്യങ്ങളെപ്പറ്റി ഉത്കണ്ഠിതരാകേണ്ട യാതൊരാവശ്യവുമില്ല. അവരെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളെ പോലെയാണെന്ന് അറിഞ്ഞാലും അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതിനും ഞാൻ ലജ്ജിക്കേണ്ടതില്ല. പ്രപഞ്ചസാഗരത്തിൽ ഇളകി മറിയുന്ന കല്ലോലങ്ങളാകുന്ന ജനന മരണങ്ങളോട് പോരാടുന്നവരെ കാണുമ്പോൾ ഞാൻ ചോദിച്ചു പോകാറുണ്ട്, ഏത് മനുഷ്യനാണ് പ്രക്ഷുബ്ധമായ ഈ സാഗരത്തിൽപ്പെട്ടാൽ സംഭീതനാകാത്തത്? അല്ലയോ അർജുന, അതുകൊണ്ട് മാത്രമാണ് തക്ക കാലങ്ങളിൽ ഞാൻ അവതാരമെടുത്ത് അവരുടെ രക്ഷയ്ക്കായി ഓടി എത്തുന്നത്. ആന്തരികവും ബാഹ്യവുമായ എല്ലാ മമതാബന്ധങ്ങളെയും ഉപേക്ഷിച്ചവരെ എൻ്റെ സ്തന്യപാനമാകുന്ന ധ്യാനത്തിൽ ഏർപ്പെടുത്തുന്നു. ഭൗതിക ജീവിതത്തിൽ താല്പര്യമുള്ളവർക്ക് എൻ്റെ നാമം ആവർത്തിച്ചാവർത്തിച്ച് ജപിക്കുന്നതിനുള്ള നിർദ്ദേശം ഞാൻ നൽകുന്നു. അപ്രകാരമുള്ളവരെ സംസാര സാഗരത്തിൽ നിന്നും കര കയറ്റുന്നതിനായി നാമജപത്തിൻ്റെ പല തോണികളും ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവ എൻ്റെ സ്നേഹബന്ധമാകുന്ന സുരക്ഷിതമായ ചങ്ങാടത്തിൽ കയറ്റി ഇവരെ മോക്ഷത്തിൻ്റെ മറുകരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ മൃഗങ്ങൾ മുതൽ മനുഷ്യൻ വരെ അർഹതയുള്ള എല്ലാ ഭക്തന്മാർക്കും എൻ്റെ സാമ്രാജ്യമായ വൈകുണ്ഠത്തിൽ എത്തുന്നതിനുള്ള യോഗ്യത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഭക്തന്മാർ ഒരിക്കലും ചിന്താകുലരാകേണ്ടി വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവരെ ഉദ്ധരിക്കുന്നതിന് ഞാൻ സദാ തയ്യാറാണ്. അവരുടെ ചിത്തവൃത്തി എന്നിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ അവർ എന്നെ അവരുമായി ബന്ധിക്കുന്നു. മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ.
എന്നിൽ തന്നെ നീ മനസ്സുറപ്പിക്കൂ, എന്നിൽ തന്നെ നീ ബുദ്ധിയെയും പ്രവേശിപ്പിക്കൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നിൽ തന്നെ നീ വസിക്കും, സംശയമേ ഇല്ല. അതുകൊണ്ട് അല്ലയോ അർജുന, നീ ഈ മാർഗം സ്വീകരിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ നിന്റെ മനസ്സും ബുദ്ധിയും സമ്പൂർണമായി എൻ്റെ സ്വരൂപത്തിൽ കേന്ദ്രീകരിക്കുക. നിന്റെ പ്രേമപൂർണമായ ഭക്തിയിലൂടെ നിന്റെ മനസ്സും ബുദ്ധിയും എന്നിലെത്തിക്കഴിയുമ്പോൾ നീ ഞാനുമായി ഐക്യം പ്രാപിക്കുന്നു. മനസ്സും ബുദ്ധിയും എന്നിൽ നിമഗ്നമായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞാനും നീയുമായുള്ള അന്തരം നിലനിൽക്കുന്നത്? ഒരു ദീപം പൊലിയുമ്പോൾ അതിൻ്റെ പ്രകാശം നിലയ്ക്കുന്നു. അംശുമാൻ അസ്തമിക്കുമ്പോൾ പകൽ വെളിച്ചം അന്തർധാനം ചെയ്യുന്നു. പ്രാണൻ ദേഹത്തെ വെടിയുമ്പോൾ അതോടൊപ്പം ഇന്ദ്രിയങ്ങളും വിട്ടുപിരിയുന്നു. അതുപോലെ മനസ്സും ബുദ്ധിയും പോയിക്കഴിഞ്ഞാൽ അഹങ്കാരവും നശിക്കും. ആകയാൽ നിന്റെ മനസ്സും ബുദ്ധിയും നിശ്ചയമായും എന്നിൽ ഉറപ്പിക്കുക. അപ്പോൾ നീയും ഞാനും ഒന്നാകുന്നു. അതോടൊപ്പം നീ സർവവ്യാപിയായി തീരുകയും ചെയ്യും. ഇതിനേക്കാൾ കൂടുതലായി പരമമായ സത്യം ഈ ലോകത്തിലില്ല. അത് ആണയിട്ട് ഞാൻ നിന്നോട് പറയുകയാണ്. അഥ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതഃ മാമിച്ഛാപ്തും ധനഞ്ജയ. ഹേ ധനഞ്ജയ, ചിത്തത്തെ സദാ എന്നിലുറപ്പിച്ചു നിർത്തുന്നതിന് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അഭ്യാസയോഗം ശീലിച്ച് എന്നെ പ്രാപിക്കാൻ യത്നിക്കൂ. എന്നാൽ സകല വാസനാരഹിതമായ നിന്റെ ചിത്തം സമ്പൂർണമായി എന്നിലുറപ്പിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അഷ്ടപ്രഹരത്തിൽ ഒരു നിമിഷമെങ്കിലും നീ നിന്റെ മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിക്കുക. ഞാനുമായുള്ള സംഗമം കൊണ്ട് നീ അനുഭവിക്കുന്ന ആനന്ദം എത്രത്തോളം സമയം നിലനിൽക്കുന്നുവോ അത്രത്തോളം സമയം നീ വിഷയസുഖങ്ങളിൽ വിരക്തനായിരിക്കും. ശരൽക്കാലത്തോടുകൂടി നദികളിൽ വെള്ളം വറ്റുന്നത് പോലെ നിന്റെ ചിത്തം പ്രപഞ്ച വ്യവഹാരങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തമായി തീരും. പൗർണമി ചന്ദ്രൻ ഓരോ ദിവസവും ക്ഷയിച്ച് അമാവാസി ദിവസം നിശേഷം ഇല്ലാതെ അപ്രത്യക്ഷമാവുന്നത് പോലെ വിഷയസുഖങ്ങളോട് വിരക്തി തോന്നി വിരമിക്കുന്ന നിന്റെ ചിത്തം ക്രമേണ എന്നിലുറച്ച് ഞാനുമായി താതാത്മ്യം പ്രാപിക്കുന്നു. ഇതാണ് അഭ്യാസയോഗമെന്നറിഞ്ഞാലും ഇതിൻ്റെ സഹായത്തോടെ സാധിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഈ യോഗം അനുഷ്ഠിക്കുന്നവരിൽ ചിലർ ആകാശത്തേക്ക് സഞ്ചരിക്കുന്നു, ചിലർ വ്യാഘ്രങ്ങൾ, സർപ്പങ്ങൾ തുടങ്ങിയ ദുഷ്ടജന്തുക്കളെ കീഴടക്കുന്നു, ചിലർ അപായം കൂടാതെ വിഷത്തെ ആഹരിക്കുന്നു, ചിലർ ജലത്തിൻ്റെ ഉപരിതലത്തിൽ കൂടി നടക്കുന്നു. മറ്റു ചിലർ ഈ യോഗത്തിൻ്റെ സഹായത്തോടെ വേദങ്ങളെ വശംവദമാക്കിയിട്ടുണ്ട്. ഈ അഭ്യാസയോഗം കൊണ്ട് സ്വായത്തമാക്കാൻ പ്രയാസമുള്ളതായി ഒന്നും തന്നെയില്ല. ആകയാൽ ഈ യോഗത്തിൽ കൂടി എന്നെ കൈവരിക്കാൻ ഉദ്യമിക്കുക. അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അഭ്യാസയോഗത്തിനും നിനക്ക് സാമർഥ്യമില്ലെങ്കിൽ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതിൽ തൽപരനായിരിക്കും. എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്താലും ക്രമേണ നിനക്ക് ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും. നിനക്ക് അഭ്യാസയോഗം അനുഷ്ഠിക്കുന്നതിനുള്ള കഴിവില്ലെങ്കിൽ നിന്റെ ജീവിത രീതി ഇതേ രീതിയിൽ തുടർന്നുകൊള്ളുക. നിന്റെ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യേണ്ടതില്ല, വിഷയസുഖങ്ങൾ കുറയ്ക്കേണ്ടതില്ല, നിന്റെ വംശത്തെപ്പറ്റിയുള്ള അഭിമാനം ഉപേക്ഷിക്കേണ്ടതായുമില്ല. നിന്റെ കുടുംബാചാരങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളുക, വിഹിത കർമ്മങ്ങൾ ചെയ്യുക, നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ഈ വിധത്തിൽ നിനക്ക് ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. എന്നാൽ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഇത് ഞാനാണ് ചെയ്യുന്നത് എന്ന് അഭിമാനിക്കാതിരിക്കുക. എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും അറിയാവുന്നത് ഈ വിശ്വത്തിൻ്റെ സ്രഷ്ടാവായ പരമാത്മാവിന് മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും പ്രത്യേക പ്രവൃത്തി പൂർത്തിയായില്ലെന്നോ തൃപ്തിയായില്ലെന്നോ മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യരുത്. നിന്റെ വംശപാരമ്പര്യത്തിന് അനുയോജ്യമായ കർമ്മങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുക. തോട്ടക്കാരൻ വെട്ടുന്ന ചാലിൽ കൂടി
വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ നിന്റെ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ നയിക്കുകയും നിരഭിമാനത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഇപ്രകാരമായാൽ എന്തെല്ലാം പ്രവർത്തിക്കണമെന്നോ എന്തെല്ലാം ഒഴിവാക്കണമെന്നോ തീരുമാനിക്കേണ്ട ഭാരം നിന്റെ ബുദ്ധിക്ക് പേറേണ്ടി വരുന്നതല്ല. നിന്റെ ചിത്തം നിരന്തരമായി എന്നിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഒരു രഥം അത് പോകുന്ന വഴി നേരെ ഉള്ളതാണോ വളഞ്ഞതാണോ എന്ന് ചിന്തിക്കാറില്ലല്ലോ. നീ ചെയ്യുന്ന സർവകർമ്മങ്ങളും അതെത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് മനസാ വാചാ കർമ്മണ എനിക്ക് സമർപ്പിക്കുക. ഇപ്രകാരം നിന്റെ ഹൃദയം എന്നിൽ ഉറപ്പിച്ച് കർമ്മങ്ങൾ ചെയ്താൽ നിന്റെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നിനക്ക് നിശ്ചയമായും സായുജ്യം ലഭിക്കും. അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാത്മവാൻ. ഇനി എനിക്ക് വേണ്ടി പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നീ അശക്തനാണെങ്കിൽ എന്നെ ശരണം പ്രാപിച്ച് കഴിയുന്നത്ര മനസ്സിനെ നിയന്ത്രിച്ച് സർവകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കുക. അല്ലയോ പാർത്ഥ, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്ക് സമർപ്പിക്കാൻ സാധ്യമല്ലെങ്കിൽ നീ എന്നെ മറ്റൊരു വിധത്തിൽ ഉപാസിച്ചാലും മതി. അത് എപ്രകാരമാണെന്ന് പറയാം, കേട്ടോളൂ. ഓരോ കർമ്മങ്ങളും ചെയ്യുന്നതിന് മുൻപും അത് ചെയ്തതിന് ശേഷവും എന്നെപ്പറ്റി സ്മരിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ വേണ്ട, പോകട്ടെ. എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണമെന്നും അതെല്ലാം എനിക്ക് സമർപ്പിക്കണമെന്നും ഞാൻ നിർബന്ധിച്ചുവെങ്കിലും നീ അതുപോലെ ചെയ്യണമെന്നില്ല. എന്നാൽ എന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ചിത്ത സംയമനത്തോടെ ഏറ്റെടുക്കുന്ന കർമ്മങ്ങളിൽ നിന്നുളവാകുന്ന കർമ്മഫലത്തെ നീ നിശ്ശേഷം ത്യജിക്കുക. വൃക്ഷങ്ങളും വല്ലികളും അവയിൽ കായ്ക്കുന്ന കനികൾ പക്വമാകുമ്പോൾ താഴേക്ക് വീഴ്ത്തുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ നീ പൂർത്തീകരിക്കുന്ന കർമ്മങ്ങളുടെ ഫലത്തെപ്പറ്റി നീ ഒരിക്കലും ചിന്തിക്കരുത്. എന്നിൽ നിന്റെ മനസ്സ് ഉറപ്പിച്ചില്ലെന്നോ എനിക്ക് വേണ്ടി നീ കർമ്മം ചെയ്തില്ലെന്നോ ഉള്ള ചിന്തയും ഉപേക്ഷിക്കുക. അപ്രകാരമുള്ള ചിന്ത നിരർത്ഥകമാണ്. പാറപ്പുറത്ത് വീഴുന്ന മഴവെള്ളം പോലെയോ എരിയുന്ന തീയിൽ വിതയ്ക്കുന്ന വിത്ത് പോലെയോ ഒരു സ്വപ്നമെന്ന പോലെയോ നിന്റെ കർമ്മഫലങ്ങളും വ്യർത്ഥമാണെന്ന് നീ കരുതുക. ഒരച്ഛന് തൻ്റെ മകളോടുള്ള സ്നേഹം അനുരാഗാവേശത്താൽ നിന്ന് മുക്തമായിരിക്കുന്നത് പോലെ നിന്റെ കർമ്മഫലങ്ങളോട് നീ തികച്ചും നിർവികാരനായിരിക്കണം. ആളിക്കത്തുന്ന അഗ്നിജ്വാലകൾ അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമാവുന്നത് പോലെ നിന്റെ കർമ്മങ്ങൾ ശൂന്യതയിൽ അവസാനിക്കട്ടെ. കർമ്മഫലത്യാഗം അനായാസമാണെന്ന് തോന്നാം, എന്നാൽ ഇത് മറ്റെല്ലാ യോഗങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. അനന്തരഫലങ്ങളോടുള്ള എല്ലാ മമതാബന്ധവും ഒഴിവാക്കുമ്പോൾ കർമ്മങ്ങളുടെ ഫലം ത്യജിക്കപ്പെടുന്നു. കർമ്മങ്ങളുടെ ഫലം ഉപേക്ഷിച്ചാൽ പിന്നീട് അവ ഒരിക്കലും മുളയ്ക്കുകയില്ല. അത് മുളയ്ക്ക് കായ് വരുന്നത് പോലെയാണ്. ഒരിക്കൽ കായ്ച്ച മുള പിന്നീട് ഒരിക്കലും കായ്ക്കുകയില്ല. ഇപ്രകാരം ജനന മരണങ്ങളുടെ ചക്രങ്ങളിൽ നിന്ന് നീ മോചിതനാകുന്നു. പുനർജന്മം അവസാനിക്കുന്നു. ഈ അഭ്യാസത്തിൻ്റെ പടികൾ കയറിയാൽ പരോക്ഷജ്ഞാനം ലഭിക്കുന്നു. പരോക്ഷജ്ഞാനത്തിൽ കൂടി ധ്യാനത്തിൻ്റെ അവസ്ഥയിൽ എത്തിച്ചേരാം. അപ്പോൾ കായികവും വാചികവും മാനസികവുമായ ഭാവങ്ങൾ ധ്യാനത്തെ ആശ്ലേഷിക്കുന്നു. എല്ലാ ഭാവങ്ങളും ധ്യാനത്തിൽ നിമഗ്നമാകുന്നു. അതോടെ സർവപ്രവർത്തനങ്ങളും നിലയ്ക്കുന്നു. കർമ്മം അവസാനിക്കുമ്പോൾ അതിൻ്റെ ഫലവും അവസാനിക്കുന്നു. ഫലം ഇല്ലാതാകുമ്പോൾ മനസ്സിന് ശാന്തി ലഭിക്കുന്നതിനുള്ള അനുക്രമമായ മാർഗങ്ങൾ ഇപ്രകാരമാണ്. ഈ കാരണത്താൽ മനസ്സിന് ശാശ്വതമായ ശാന്തി ലഭിക്കുന്നതിനുള്ള ഈ അഭ്യാസം നീ ഏറ്റെടുക്കുക. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ ധ്യാനാത് കർമ്മഫലത്യാഗഃ ത്യാഗാച്ഛാന്തിരനന്തരം. അഭ്യാസത്തേക്കാൾ, അതായത് ജ്ഞാനരഹിതമായ അഭ്യാസത്തേക്കാൾ ജ്ഞാനം ശ്രേഷ്ഠമാകുന്നു. ജ്ഞാനത്തേക്കാൾ ധ്യാനം വിശിഷ്ടമാകുന്നു. ധ്യാനത്തേക്കാൾ കർമ്മഫലത്യാഗം ശ്രേഷ്ഠമാകുന്നു. കർമ്മഫലത്യാഗത്തിൽ നിന്ന് വൈകാതെ ശാന്തി ഉണ്ടാകുന്നു. അദ്വേഷ്ടാ സർവഭൂതാനാം
मैत्रः करुण एव च निर्ममो निरहङ्कारः समदुःखसुखक्षमी सन्तुष्टः सततं योगी यतात्मा दृढनिश्चयः मय्यर्पितमनो बुद्धिः യോ മദ്ഭക്തഃ സ മേ പ്രിയഃ. ഒരു ജീവിയെയും വെറുക്കാത്തവനും എല്ലാ ജീവികളോടും മൈത്രിയും കരുണയും ഉള്ളവനും മമതയും അഹന്തയും ഇല്ലാത്തവനും സുഖത്തിലും ദുഃഖത്തിലും സമനില പുലർത്തുന്നവനും ക്ഷമാശീലനും സദാ സന്തുഷ്ടനും മനസ്സിനെ ഏകാഗ്രമാക്കി എപ്പോഴും ആത്മാനുഭാവത്തിൽ വർത്തിക്കുന്നവനും ദൃഢനിശ്ചയമുള്ളവനും മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനും എന്തിനും എന്നെ ആശ്രയിക്കുന്നവനുമായ എൻ്റെ ഭക്തൻ ആരോ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. ഇപ്രകാരമുള്ള ഭക്തന്മാർ സർവവ്യാപിയായ ചൈതന്യമായതുകൊണ്ട് അവർക്ക് വ്യത്യസ്ത ഭാവങ്ങളില്ല. എൻ്റേതെന്നോ അവൻ്റേതെന്നോ ഉള്ള ഭേദം കാണുകയില്ല. തന്മൂലം യാതൊരു ജീവജാലങ്ങളോടും അവർക്ക് വിദ്വേഷം ഉണ്ടായിരിക്കുന്നതല്ല. ഭൂമിദേവി ഉത്തമമായത് ധരിക്കുകയും അധമമായത് ഉപേക്ഷിക്കുകയും ചെയ്യാത്തതുപോലെ ദയാമയനായ പ്രാണൻ നൃപൻ്റെ ശരീരത്തിലല്ലാതെ നിർധനൻ്റെ ശരീരത്തിൽ വസിക്കുകയില്ല എന്ന് പറയാത്തതുപോലെ ഒരു പശുവിൻ്റെ ദാഹം തീർക്കണമെന്നും വ്യാഘ്രത്തിന് വിഷമായി തീരണമെന്നും വെള്ളം ചിന്തിക്കാത്തതുപോലെ ഈ ഭക്തന്മാർ എല്ലാ ജീവികളോടും തുല്യ നിലയിലുള്ള സൗഹൃദം പുലർത്തുന്നു. അവർ ഭൂതദയയുടെ സ്രോതസ്സാണ്. അവരുടെ അന്തരംഗത്തിൽ ഞാനെന്നോ അവനെന്നോ ഉള്ള ചിന്തയേ ഇല്ല. അവർ ഒന്നും തന്നെ അവരുടെ സ്വന്തമെന്ന് കരുതുന്നില്ല. അവർക്ക് സുഖവും ദുഃഖവും ഒരുപോലെയാണ്. ഭൂമിദേവിയെപ്പോലെ അവർ ക്ഷമാശീലരാണ്. അവർ അവരുടെ ഉത്സംഗത്തിൽ തന്നെ സന്തോഷമാളിക നിർമ്മിച്ച് ആനന്ദത്തെ അതിൽ കുടിയിരുത്തിയിരിക്കുന്നു. വർഷകാലമല്ലെങ്കിലും വാരിധി ജലം കൊണ്ട് നിറഞ്ഞിരിക്കും. അതുപോലെ ബാഹ്യമായ ഉപായങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരുവൻ സമ്പൂർണ്ണ സന്തോഷവാനായിരിക്കും. തൻ്റെ ഹൃദയം സംയമനം ചെയ്തു കൊള്ളാമെന്ന് അവൻ അവൻ്റെ അന്ധകരണത്തിന് ഉറപ്പ് കൊടുക്കുകയും അത് നിശ്ചയദാർഢ്യത്തോടെ പാലിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ഹൃദയഗേഹത്തിൽ ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഏക ആസനത്തിൽ അവൻ ഉപവിഷ്ടനാക്കിയിരിക്കുന്നു. അവൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും അഖണ്ഡമായി അവൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആത്മൈക്യ പ്രതീതിയുടെ മനോബോധം കൊണ്ട് ആന്തരികമായും ധ്യാനത്തിൻ്റെയും ധാരണയുടെയും ദൃഢവിശ്വാസം കൊണ്ട് ബാഹികമായും പരിശുദ്ധനാകുന്ന അവൻ എൻ്റെ സഗുണ സ്വരൂപത്തോട് ദൃഢാനുരാഗമുള്ള യഥാർത്ഥ യോഗിയായി തീരുന്നു. അപ്രകാരമുള്ള ഒരുവൻ മുക്തനായി തീർന്ന യഥാർത്ഥ ഭക്തനും നിഷ്ണാതനായ യോഗിയും ആണ്. അവൻ എൻ്റെ പ്രാണനേക്കാൾ എനിക്ക് പ്രിയങ്കരനാണ്. എന്നോട് അവനുള്ള അനുരാഗം ഒരു പത്നിക്ക് തൻ്റെ പതിയോടുള്ളതുപോലെയാണെന്ന് പറഞ്ഞാൽ അതുപോലും തികച്ചും മതിയാവാത്ത ഒരു ഉപമയാണ്. ഒരു പ്രണയിനിയുടെ വൃത്താന്തം വശ്യമായ ഒരു മന്ത്രമാണ്. അത് പരസ്യമായി പ്രസ്താവിക്കാൻ പാടില്ലെങ്കിലും നിന്നോടുള്ള പ്രേമാധിക്യം കൊണ്ട് ഞാൻ പറയാൻ നിർബന്ധിതനായതാണ്. ഈ കാര്യത്തിലാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അനുരാഗത്തിൻ്റെ കാര്യം ഞാൻ പ്രസ്താവിച്ചത്. അല്ലെങ്കിൽ ആ ഉപമയ്ക്ക് ഇവിടെ എന്താണ് പ്രസക്തി? ശരി, അതങ്ങനെ നിൽക്കട്ടെ. അർജുന, പ്രിയപ്പെട്ടവരെപ്പറ്റി സംസാരിക്കുമ്പോൾ അവരോടുള്ള പ്രേമം ദ്വിഗുണീഭവിക്കുന്നു. അത് കേൾക്കുന്നത് പ്രീതിയുള്ളൊരു ശ്രോതാവാണെങ്കിൽ വക്താവിൻ്റെ ആഹ്ലാദം അളക്കാൻ കഴിയാത്ത വണ്ണം അധികരിക്കുന്നു. അല്ലയോ പാണ്ഡുപുത്ര, പ്രിയപ്പെട്ട ഭക്തനും വത്സല ശ്രോതാവും നിന്നിൽ ഒന്നു ചേർന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ അൻപാർന്ന ഒരു ഭക്തനെപ്പറ്റി എനിക്കുള്ള ചേതോവികാരം പ്രകടിപ്പിക്കാനുള്ള സന്ദർഭം ഇതാണ്. നിന്നിലുള്ള ഭക്തനും ശ്രോതാവും എന്ന ഐക്യഭാവം ആനന്ദകരമായ ഈ സംഭാഷണത്തെ ആസ്വാദ്യമാക്കിയിരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭഗവാൻ മുന്നോട്ടും പിന്നോട്ടും ആടിക്കൊണ്ട് തുടർന്നു. എൻ്റെ അന്ധകരണത്തിൽ സ്ഥാനം ലഭിച്ചിട്ടുള്ള ഭക്തന്മാരുടെ ലക്ഷണത്തെപ്പറ്റി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ.